വളരെ ഗൗരവമായ ഒരു കാര്യം ഞാൻ ഈ പ്രശ്നത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, ഗൂഢാലോചന സംബന്ധിച്ചും അതുപോലെ തന്നെ കൊല നടത്തിയതുമായി ബന്ധപ്പെട്ടും ഉള്ള ഈ കേസിൻ്റെ അടിത്തറ അത് വളരെ ശക്തമാണ് എന്ന്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഇതിൽ ഇടപെടൽ നടന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് ആരുടെയെങ്കിലും കേവലമായ ആരോപണമോ അഭിപ്രായമോ രാഷ്ട്രീയമായ വിമർശനമോ അല്ല. 13 മാസങ്ങൾക്ക് മുമ്പ് ഈ കേസിൻ്റെ കുറ്റപത്രം കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ചപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ DYSP സന്തോഷ് കൊടുത്ത കുറ്റപത്രത്തിൽ അതിൻ്റെ അവസാനത്തെ ഖണ്ഡികയിൽ ഒരു ഉറപ്പ് കോടതിക്ക് കൊടുത്തിരുന്നു. അതായത് ഈ കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടുള്ള പ്രതികൾക്ക് പുറമെ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നും അത് സംബന്ധിച്ച തെളിവുകൾ എന്താണ് എന്നും അന്വേഷിച്ച് കോടതിയിൽ ഹാജരാക്കുന്നതാണ്, റിപ്പോർട്ട് നൽകുന്നതാണ് എന്ന് കുറ്റപത്രത്തിൻ്റെ അവസാനത്തെ ഖണ്ഡികയിൽ ഉറപ്പ് കൊടുത്തതാണ്. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്. ഇപ്പോൾ ഗവൺമെന്റ് ചീഫ് PC ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PC ജോർജ്, 20 പേരെ വിട്ടയക്കാനുള്ള ഉത്തരവ് വന്ന ഉടൻ തന്നെ, വിധി വന്ന ഉടൻ തന്നെ താങ്കളുടെ പ്രതികരണം വന്നത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണെന്നാണ്. എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പ്രതികരണം? അതായത് ഇത്രമാത്രം സെൻസേഷനായി ജനം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ്, ആ കേസ് പ്രത്യേക അന്വേഷണ സംഘം പോലീസ് കുറ്റമറ്റ രീതിയിൽ കേസ് അറിയണ്ടേ? ആവശ്യമില്ലാതെ ഇതുമാത്രം സാക്ഷികളെ കയറ്റി വെച്ച് അവർക്ക് എല്ലാവർക്കും അവർ കാര്യം മാറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യം എന്താ? എത്ര മോശമായി പോയി. ജനങ്ങളുടെ മുമ്പിൽ ഇപ്പൊ എന്താ, ജനങ്ങളുടെ മുമ്പിൽ പോലീസ് ചെയ്ത നടപടി തെറ്റ്. എന്തുകൊണ്ട് കേസ് വെറുതെ 1 ലക്ഷം പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു? മനസ്സിലായോ? ഇത് എന്തുകൊണ്ട് കോടതി പറഞ്ഞല്ലോ, കോടതിയിൽ കുറ്റമറ്റ രീതിയിൽ കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടില്ല. അതാരാ ഉത്തരവാദി? ബഹുമാനയുടെ മുഖ്യമന്ത്രിയാണ് ഉത്തരവാദി, അല്ലെ മന്ത്രിമാരാണ് ഉത്തരവാദി. ഉത്തരവാദി പോലീസ് തന്നെ. ആ പോലീസ് ഉത്തരവാദിത്തത്തെ മതിയാവും. അദ്ദേഹം പറഞ്ഞുള്ളൂ ആ ഉത്തരവാദിത്തം ഇരിക്കാൻ പറ്റില്ല. ഒരു സത്യമുണ്ട്, ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും പടക്കം പൊടിച്ച് സന്തോഷിക്കാം. പക്ഷേ UDF വോട്ട് ചെയ്ത അല്ല UDF പ്രവർത്തക നേതാക്കന്മാരും തല മുന്നിൽ നടക്കാം. ഇതാണ് സാഹചര്യം. അത് രാഷ്ട്രീയമാനം വന്നിട്ടുണ്ട്. ആ രാഷ്ട്രീയമാനം വെച്ച് നോക്കുമ്പോൾ പോലീസിന്റെ തെറ്റായ നടപടി അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന അഭിപ്രായം പറയേണ്ടി വരും. ആ അഭിപ്രായം UDF പ്രവർത്തകർ എന്ന നിലയിൽ ഞാൻ ജനസമക്ഷം സമർപ്പിക്കും. ശ്രീ PC ജോർജ്, ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു കാര്യം, ഈ കേസിൽ സാക്ഷികളായ ഭൂരിഭാഗം പേരും CPMന്റെ അനുഭാവികളോ പ്രതികളുടെ ബന്ധുക്കളോ ആണ്. ആ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ചൊക്ലിയിലെ ആശുപത്രിയിൽ കാരായി രാജൻ ഒരാളെ ചികിത്സയ്ക്ക് കൊണ്ടുപോയി എന്ന കാര്യമാണ്. അവിടെ അത് CPMന്റെ ശക്തികേന്ദ്രമാണ്. ആ ആശുപത്രി തന്നെയും CPM ഭരണസമിതി നടത്തുന്നതാണ്. അതുകൊണ്ട് CPM പ്രവർത്തകരെയോ അവരുടെ ബന്ധുക്കളെയോ മാത്രമേ സാക്ഷികളാക്കാൻ പോലീസിന് സാധിക്കുമായിരുന്നുള്ളൂ. ആ വാദം ശരിയല്ലേ? ശ്രീ PC ജോർജ്, താങ്കളുടെ ടെലിഫോൺ ലൈൻ കട്ടായി പോകുന്നു. താങ്കൾ റേഞ്ചിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കട്ടെ. ശ്രീ PC ജോർജ് ഉണ്ടോ ടെലിഫോൺ ലൈനിൽ? ഉണ്ടോ താങ്കൾ ടെലിഫോൺ ലൈനിൽ? ലൈൻ കട്ടായി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ N വേണു, താങ്കൾ തുടക്കത്തിൽ പറഞ്ഞു സാക്ഷികൾ കൂറുമാറിയ സംഭവം, സാക്ഷികൾ കൂറുമാറിയത് സ്വാഭാവികമായും പ്രോസിക്യൂഷൻ വാദത്തെ ദുർബലപ്പെടുത്തുന്നു. അത് 20 പേർക്ക് പുറത്തു പോകാനുള്ള വഴിയൊരുക്കുകയും ചെയ്തു. പാർട്ടി അനുഭാവികളോ അല്ലെങ്കിൽ പ്രതികളുടെ ബന്ധുക്കളോ ആണ് സാക്ഷികളിൽ ഏറെയും. അതുകൊണ്ട് തന്നെ കൂറുമാറാനുള്ള സാധ്യതയും കൂടുതലായിരുന്നു. മറുഭാഗത്ത് CPMനുള്ള വാദം, പോലീസിൻ്റെ ഭീഷണിയെ തുടർന്ന് പോലീസ് തങ്ങളുടെ ബന്ധുക്കളെ വേട്ടയാടുമെന്ന് ഭയന്ന് പോലീസിന് കള്ളമൊഴി കൊടുക്കുകയാണ് അവർ ചെയ്തത്. ഇപ്പോൾ മൊഴി മാറ്റത്തിലൂടെ അവർ സത്യം പുറത്തു പറഞ്ഞിരിക്കുന്നു എന്നതാണ്. CPIMന്റെ ഈ വാദവും താങ്കളുടെ വാദവും രണ്ടും കേരളത്തിലെ ജനതയ്ക്ക് മുന്നിലുണ്ട്. CPM വാദത്തെ ഖണ്ഡിക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ കഴിയാതെ പോയതല്ലേ സത്യത്തിൽ ഇന്നുണ്ടായ തിരിച്ചടിക്ക് കാരണം? അതിനെ എങ്ങനെയാണ് ഇനി നിയമപരമായി നേരിടാൻ RMP ഉദ്ദേശിക്കുന്നത്?
ഒന്ന്, ഈ കേസിലെ അന്തിമ വിധി നവംബറിൽ വരാൻ പോവുകയാണ്. പ്രധാനപ്പെട്ട കൊലപാതക നേരിട്ട് പങ്കെടുത്ത ആളുകളും ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഉന്നത നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും അകത്തു തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം, ഇത് സംബന്ധമായി ഈ ഒഴിവാക്കപ്പെട്ട പ്രതികളെ നിയമപരമായി അതിനെ നേരിടാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഉന്നത നിയമവിദഗ്ധന്മാരെ ആലോചിച്ചുകൊണ്ട് ഒരുപക്ഷെ വെസ്റ്റ് ബേക്കറി കേസ് പോലെ തന്നെ ഈ കേസിലും വ്യാപകമായുണ്ടായ സാക്ഷികളുടെ അട്ടിമറിയെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു വിവരം ലഭിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു എൻക്വയറി ഞങ്ങൾ ആവശ്യപ്പെടാൻ പോവുകയാണ്. അതുപോലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, പി മോഹനൻ മാസ്റ്ററിൽ ഈ കേസ് നിന്നു. അത് സംബന്ധമായി നേരത്തെ ഞങ്ങൾ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതിൻ്റെ ഉന്നത ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകളെ കണ്ടെത്താൻ കഴിയുന്ന രൂപത്തിൽ കേരള പോലീസിന് നിലനിൽക്കുന്ന സാങ്കേതികമായി അവർക്ക് നേരിടുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ CBI ഉൾപ്പെടെയുള്ള ഉയർന്ന ഏജൻസിയെ അന്വേഷിക്കുമെന്ന നേരത്തെ ഞങ്ങളുടെ ആവശ്യം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ഗൗരവമുള്ളതാണ് എന്ന് ഈ കേസിൻ്റെ വിധിയിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. തിരിച്ചു രാമൻ വേണു താങ്കളിലേക്ക്. ഇപ്പോൾ PC ജോർജ് വീണ്ടും ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PC ജോർജ്, നേരത്തെ ചൂണ്ടിക്കാണിച്ച കാര്യം CPM അനുഭാവികളോ പ്രവർത്തകരോ അല്ലെങ്കിൽ പ്രതികളുടെ ബന്ധുക്കളോ തന്നെയാണ് ഈ കേസിൽ സാക്ഷികളായി ഉണ്ടായിരുന്നത്. പോലീസിന് അവരെ മാത്രമേ സാക്ഷികളാക്കാൻ പറ്റുമായിരുന്നുള്ളൂ എന്നൊരു വാദം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അതിനോടെങ്ങനെ താങ്കൾ ഉന്നയിച്ച കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ അവരെ സാക്ഷികളാക്കി എന്ന് പോലീസ് അവരെ സാക്ഷികളാക്കിയത് വീഴ്ചയായി താങ്കൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അങ്ങനെ സാക്ഷികളില്ലാത്ത ഒരാളെ പ്രതിയാക്കേണ്ട കാര്യം എന്താ? വ്യക്തമായ തെളിവുകൾ, ആ തെളിവ് അടിസ്ഥാനത്തിൽ സാക്ഷികളില്ലാത്ത ഒരാളെ പ്രതിയാക്കിയത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പൊ മാജിസ്ട്രേറ്റ് പറഞ്ഞു കൊടുത്തോട് ചെല്ലിയല്ലേ പോലീസിന്റെ അന്വേഷണം? യഥാർത്ഥം ഇന്നയാള് പ്രതി കാരായിക്കെതിരെ തെളിവില്ല, പിന്നെ പോലീസ് എങ്ങനെ അയാളെ പ്രതിയാക്കേണ്ട കാര്യം എന്താണ്? ആ സഹാബിനെ പ്രതിയാക്കാൻ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെ DFID ജില്ലാ സെക്രട്ടറി ആയിരുന്നു പ്രതി. അവർ ഞാനെങ്കിലും വിചാരിച്ചെന്ന് ഇവരെല്ലാം കൂടെ കൊന്നതാണെന്ന്. ഇപ്പൊ കോടതി എന്താ പറയുന്നത്? ഒരു തെളിവില്ല. സാക്ഷികളായിട്ട് വെച്ചവരോ അവർ മുഴുവൻ തിരിച്ചു പറയും. എല്ലാം പ്രതിഭാഗം ശരിയാണ്. അപ്പൊ പോലീസിന്റെ അനാസ്ഥയുണ്ട്, അതോടൊപ്പം പോലീസിന്റെ നിഷ്ക്രിയത്വമുണ്ട്. ശ്രീ PC ജോർജ്, പോലീസിന്റെ അനാസ്ഥയും നിഷ്ക്രിയത്വവും ആരോപിക്കുമ്പോൾ പോലീസിനെ നിയന്ത്രിക്കുന്നത് UDF സർക്കാരാണ്, ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അവരുടെ അറിവും അനുവാദവും ഇല്ലാതെ പോലീസ് അത്തരത്തിൽ പ്രവർത്തിച്ചു എന്നാണോ താങ്കൾ ആരോപിക്കുന്നത്? എനിക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് പറയാൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വെച്ച് കേസ് വെറുതെ വിടണമെന്ന് പറഞ്ഞായിട്ട് ഞാൻ കേട്ടുമില്ല, അറിഞ്ഞുമില്ല, എനിക്ക് അറിയത്തുമില്ല. ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമായിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായിട്ട് അണ്ടർസ്റ്റാൻഡിങ് എന്ന് വളരെ പറഞ്ഞു. അതിനെനിക്ക് തെളിവില്ല. ശ്രീ PC ജോർജ്, TP വധക്കേസ് അന്വേഷണത്തിൽ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനേക്കാൾ കൂടുതൽ ശരി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളിയാണ് എന്ന് പറഞ്ഞാൽ താങ്കൾ അംഗീകരിക്കുമോ? മുല്ലപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കണ്ണൂരിലാറാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തിയെന്ന് അറിയും. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് വില കൽപ്പിക്കേണ്ടതാണെന്നാണ് എന്റെ ഒരു തോന്നൽ. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക, കൂടുതൽ വലിയ മത്സ്യങ്ങളെ പിടികൂടേണ്ടതുണ്ട്, അവർ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ആഭ്യന്തര സഹമന്ത്രി ഇടപെട്ട് ഉയർത്തുകയാണ്. പക്ഷേ പി മോഹനനിൽ ഈ കേസ് ഏതാണ്ട് അന്വേഷണം അവസാനിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടാവുകയും ആ സാഹചര്യത്തിൽ ഒരു CBI അന്വേഷണം വേണമെന്ന് RMPക്കാർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു സന്ധി ചെയ്യൽ ഉണ്ടായിട്ടുണ്ടോ എന്ന വിമർശനം അത് കൂടുതൽ പ്രസക്തമായി മാറുന്നു. അതിന് മറുപടി പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. ഞാൻ കരക്കിരിക്കുന്നതിനെ ഇതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് അത് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. രണ്ട് നേതാക്കന്മാരും പറയുന്നത് കേരളത്തിൽ ജനങ്ങളുടെ മുമ്പിലുണ്ട്. കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. UDF നേതൃത്വവും UDF പ്രവർത്തകരും തീരുമാനിക്കട്ടെ. കേരളത്തിലെ ജനങ്ങൾ അതിന് വിധി ചെയ്യട്ടെ. PCOയുടെ അഭിപ്രായം. ശരി, ഏറ്റവും വളരെ ലളിതമായ ഒരു ചോദ്യം, CBI അന്വേഷണം വേണം, കാര്യങ്ങൾ കുറെ കൂടി വ്യക്തത ഉണ്ടാക്കാൻ, യഥാർത്ഥ പ്രതികളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ എന്ന RMPക്കാരുടെ ആവശ്യം ന്യായമാണ് എന്ന് അംഗീകരിക്കുന്നുണ്ടോ? TP എന്ന് പറയുന്ന ആ വലിയ സഖാവിന്റെ വേദനിക്കുന്ന വിധവ രമയും അദ്ദേഹം പടുത്തുയർത്തുകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ഇത് സംബന്ധിച്ച് പറയുന്ന അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കേണ്ടി വരും. അതെന്താണെന്ന് അവർ പറയട്ടെ, എന്റെ വായിൽ നിന്ന് പറയാൻ ഞാനില്ല. അല്ല, താങ്കളാണ് പറഞ്ഞത് സംസ്ഥാന പോലീസിന്റെ വീഴ്ച കൊണ്ടല്ലേ ഇപ്പോൾ
ഈ 20 പേർക്ക് പുറത്തിറങ്ങി പോകാൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും CBIയുടെ അന്വേഷണത്തെ താങ്കൾ ന്യായീകരിക്കുകയാണ്. അത് സ്വാഭാവികമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ട് ഒന്നുകൂടെ ബോധിപ്പിക്കണം. ഞാൻ എന്റെ അഭിപ്രായത്തിൽ സൂചിപ്പിച്ചല്ലോ. ഇത് തന്നെ ഈ സ്റ്റാൻഡിൽ തന്നെയാണ് ഞാൻ നിൽക്കുക. ശ്രീ PC ജോർജ്, താങ്കൾ പറയുന്നത് സംസ്ഥാന ആഭ്യന്തരമന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പുണ്ട്. ഒരു ഫെയർ അന്വേഷണം, ഏറ്റവും നീതിയുക്തമായ നിഷ്പക്ഷമായ അതിവേഗത്തിലുള്ള ഒരു അന്വേഷണം അദ്ദേഹം ഉറപ്പ് കൊടുത്തിരുന്നു. ആ അന്വേഷണം നടക്കുന്നില്ല എന്നാണ് താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥം. ഇതൊക്കെ UDF ചർച്ച ചെയ്യണം. ഞാൻ മാത്രമല്ല, UDF ചർച്ച ചെയ്യട്ടെ. ഞാൻ ആ സ്റ്റാൻഡിലാണ്. അതിനപ്പുറത്തൊന്നും എനിക്ക് പറയാനില്ല. ശരി, വളരെ നന്ദി PC ജോർജ് പ്രതികരിച്ചതിന്. ലിജു, PC ജോർജ് പറഞ്ഞതിൻ്റെ ആകത്തുക ലിജുവിന് മനസ്സിലായി കാണണം. വകുപ്പ് പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ച തന്നെയാണ്. അത് UDF ചർച്ച ചെയ്യണം. RMPയുടെ ആവശ്യം CBI അന്വേഷണമാണെങ്കിൽ അത് അംഗീകരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു വെക്കുന്നു സർക്കാർ ചീഫ് വിപ്പ്. അല്ല, RMPയുടെ ആവശ്യം CBI അന്വേഷണം ആണ് എന്ന് പറയുമ്പോൾ ബഹുമാന്യ ശ്രീ വേണു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ചൊക്ലയിലെ ഉദാഹരണം പോലെ പല സ്ഥലങ്ങളിലും CPMൻ്റെ ആളുകളും അവരുടെ ബന്ധുക്കളും മാത്രമാണ് സാക്ഷികൾ. അപ്പോൾ അവർ കോടതിയിൽ പോലീസിന് മുമ്പിൽ കൊടുത്ത മൊഴി കോടതിയിൽ ചെന്നപ്പോൾ മാറ്റി. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ കൂടുതൽ ഫലപ്രദമായ അന്വേഷണം, കേരള പോലീസിനെ കൊണ്ട് കഴിയാത്ത കൂടുതൽ സാങ്കേതിക വൈദഗ്ധ്യവും മറ്റ് ടെക്നിക്കൽ സപ്പോർട്ടുമുള്ള കാര്യങ്ങൾ CBI അന്വേഷണത്തിലൂടെ നമുക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ അത് തള്ളിക്കളയേണ്ട കാര്യമേ അല്ല. കാരണം ഇവിടെ TP ചന്ദ്രശേഖരൻ വധം കേരളം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊന്നാണ്. ഇപ്പോൾ ഈ വിചാരണക്കിടയിൽ നടന്നിരിക്കുന്നത്. ലിജു, ഫലത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ ആഭ്യന്തരമന്ത്രി നേരത്തെ പറഞ്ഞത് നിഷ്പക്ഷവും സമഗ്രവുമായ അന്വേഷണം നടക്കും, ഈ കൃത്യത്തിൽ പങ്കാളികളായവരെയും അത് ആസൂത്രണം ചെയ്തവരെയും പൂർണ്ണമായും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. അത് നടന്നിട്ടില്ല എന്ന് സമ്മതിക്കുകയാണ് ഫലത്തിൽ. ഒരിക്കലുമല്ല. ഇവിടെ RMPയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരോ അല്ലെങ്കിൽ കേരളത്തിൽ ഈ കേസ് അന്വേഷണത്തെ നിരീക്ഷിച്ചിട്ടുള്ളവരോ കേരള പോലീസ് ഫലപ്രദമായി ഈ കേസ് അന്വേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നേരത്തെ മുല്ലപ്പള്ളി സാർ പറഞ്ഞതുപോലെ വമ്പൻ സ്രാവുകൾ പുറത്തുണ്ടെങ്കിൽ നിലവിൽ ഇവിടുത്തെ സാങ്കേതിക വിദ്യയും അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാക്കുന്ന അന്വേഷണത്തിനും അപ്പുറത്ത് കണ്ടുപിടിക്കാൻ കഴിയാത്ത കൊടും ക്രിമിനലുകൾ, മനസാക്ഷി മരവിച്ച അനവധി കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്ത, തെളിവുകളെ മറച്ചു വെച്ച് മറ്റിരകളെ വിട്ടുകൊടുത്ത് കൊട്ടേഷൻ കൊലപാതകങ്ങൾ നടത്തുന്ന ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ അവരെ തുറങ്കിൽ അടയ്ക്കേണ്ടത് കേരള മനസാക്ഷിയുടെ ആവശ്യമാണ്. അതിന് CBI അന്വേഷണം വേണമെങ്കിൽ എന്തിനു എതിർക്കണം? CBI അന്വേഷണം നടന്നാലും ഒരു തെറ്റുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതൊരിക്കലും ഒരു അഭിമാന പ്രശ്നമല്ല. നമ്മൾ കേരള പോലീസ് തന്നെ പല കേസുകളും CBIക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ അന്വേഷണത്തിന്റെ പരിധിയിൽ ഞങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കണം. ശ്രീ അപ്പുകുട്ടൻ വള്ളിക്കുന്ന്, പ്രോസിക്യൂഷൻ ഹാജരാക്കിയ സാക്ഷി പട്ടികയിൽ 284 പേരുണ്ടായിരുന്നു തുടക്കത്തിൽ. പിന്നീടാണ് കൂറുമാറ്റം തുടങ്ങിയത്. കേരളത്തിന്റെ നീതിന്യായ ചരിത്രത്തിൽ ഇത്രയും അധികം വലിയ തോതിലുള്ള കൂറുമാറ്റം നമ്മൾ കണ്ടിട്ടില്ല. താങ്കൾ പറഞ്ഞു ഇതെല്ലാം, ഇപ്പോൾ വേണുവിൻ്റെയൊക്കെ ആക്ഷേപം ഇതിനെല്ലാം പാർട്ടിയുടെ സ്വാധീനമുണ്ടെന്നാണ്. പാർട്ടിയുടെ സ്വാധീനം മൂലം സാക്ഷികൾ കൂറുമാറി 20 പേർ, അത് TP വധക്കേസല്ല എങ്കിൽ പോലും അതിൻ്റെ അനുബന്ധമായി ഡിസ്ചാർജ് പെറ്റീഷൻ എന്ന നിലയിൽ ഇത് പരിഗണിക്കപ്പെട്ട് 20 പേർക്ക് പുറത്തു പോകാൻ സാധിച്ചെങ്കിൽ ആ സ്വാധീനം, അങ്ങനെയൊരു സ്വാധീനം ഉണ്ടെങ്കിൽ അത് അന്തിമവിധി കൂടി അവർക്ക് അനുകൂലമാക്കുന്ന തരത്തിലേക്ക് നീങ്ങുമോ? അതല്ല നിയമപരമായി അതിനെ തടയിടാൻ മറ്റു മാർഗങ്ങൾ RMPക്ക് മുന്നിലുണ്ടോ? ഒരു CBI അന്വേഷണം വേണമെന്ന ആവശ്യം RMPക്കാർ ആവർത്തിക്കുന്നുണ്ട്. ഏതാണ്ട് അതേ മട്ടിൽ PC ജോർജും ഇപ്പോൾ പ്രതികരിച്ചു. ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്ന് PC ജോർജ് അംഗീകരിക്കുകയും CBI അന്വേഷണം വേണമെന്ന RMPയുടെ ആവശ്യം അംഗീകരിക്കപ്പെടുകയും ചെയ്താൽ TP വധക്കേസിൽ ഒരു ഫെയർ ട്രയൽ സാധ്യമാകുമോ?